ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഷം സാഹ്നിയുടെ തമാസ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ചിട്ടാണ്. ബിഷം സാഹ്നി എന്ന് പറയുന്നത് ഫേമസ് ഇന്ത്യൻ റൈറ്ററാണ്, പ്ലേ റൈറ്റാണ്, അതുപോലെ ട്രാൻസ്ലേറ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോവൽ എന്ന് പറയുന്നത് തമാസാണ്. ഈ ഒരു തമാസ് എന്ന് പറയുന്ന നോവലിലൂടെ അദ്ദേഹം ഇന്ത്യയിലെ പാർട്ടീഷൻ്റെ സമയത്തുണ്ടായിട്ടുള്ള കമ്മ്യൂണൽ വയലൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാഹ്നിയുടെ മെയിൻ വർക്ക്സ് എന്ന് പറയുന്നത് ബാസന്തി, തമാസ്, ചീഫ് കി ദാവത്താണ്. ബിഷം സാഹ്നി ഈ ഒരു തമാസ് എന്ന് പറയുന്ന നോവലിലൂടെ പോർട്രേറ്റ് ചെയ്യുന്നത് പാർട്ടീഷൻ്റെ സമയത്തുണ്ടായിരുന്ന കമ്മ്യൂണൽ വയലൻസും അതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികളെയും കുറിച്ചിട്ടാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്യുന്നത്. തമാസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഡാർക്ക്നെസ് എന്നാണ്. സാഹ്നി റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഹിന്ദിയിലാണെങ്കിലും ജയരാധന് 1981 ഇത് കൈറ്റ്സ് വിൽ ഫ്ലൈ എന്ന് പറയുന്ന ടൈറ്റിലിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. 1975 സാഹിത്യ അക്കാദമി അവാർഡ് ഈ ഒരു ബുക്കിന് കിട്ടുന്നുണ്ട്. ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നാദു ആൻഡ് ദ പിഗ് എന്ന് പറയുന്ന ഇൻസിഡൻറ്റിനെ പറഞ്ഞുകൊണ്ടാണ്. അതായത് നാദു എന്ന് പറയുന്നത് ഒരു പുവർ മാർജിനലൈസ്ഡ് ടാനറാണ്. അദ്ദേഹം ജീവിക്കുന്നത് തന്നെ, അദ്ദേഹത്തിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത് തന്നെ സ്കിന്നിങ് ഡെഡ് അനിമൽസ്, അതായത് മരിച്ചുപോയ അനിമൽസിൻ്റെ സ്കിന്ന് പറിച്ചെടുത്തിട്ട് അത് വിറ്റിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ഒരു ലോ കാസ്റ്റ് ഹിന്ദു മെന്നാണ്. അതുപോലെ ഈ ഒരു ദിവസം മുറാദ് അലി എന്ന് പറയുന്ന ലോക്കൽ പൊളിറ്റിക്കൽ ഏജൻറ്റ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുകയും ഒരു പിഗിനെ, അതായത് പന്നിയെ കൊല്ലുവാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കുറച്ച് പൈസ ഓഫർ ചെയ്തത് കൊണ്ട് തന്നെ നാദു അദ്ദേഹത്തിൻ്റെ പോവേർട്ടി ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം അഗ്രി ചെയ്യുകയും എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിഗിനെ കൊല്ലുവാൻ അദ്ദേഹം പറഞ്ഞത് എന്ന് അന്വേഷിക്കാതെ അദ്ദേഹം ഒരു പിഗിനെ മുറാദ് അലിക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ശേഷം മുറാദ് അലി സീക്രറ്റ്ലി ആ ഒരു മൃതദേഹം എടുത്തിട്ട് മുസ്ലിംസിൻ്റെ സാക്രഡ് പ്ലേസ് ആയിട്ടുള്ള മോസ്കിന് അടുത്തുകൊണ്ട് ഇടുന്നുണ്ട്. അവിടെ ഒരു റിലീജിയസ് ആക്റ്റാണ് ഉണ്ടാകുന്നത്. അതായത് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുസും തമ്മിൽ അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നുണ്ട്. കാരണം അവരുടെ റിലീജിയസ് പ്ലേസ് ആയിട്ടുള്ള മോസ്കിന് താഴെ അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിഗിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കലാപം തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കലാപം ഉണ്ടായതിനു ശേഷമാണ് നാദു മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ആക്ട് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു കുറ്റവാളിയല്ല, അദ്ദേഹത്തിനെ ഒരു റിയൽ കൾപ്രേറ്റ് അല്ലാത്ത അദ്ദേഹത്തിനെ ഒരു കൾപ്രേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഹർനം സിംഗ് ആൻഡ് ബാൻഡോ ആണ്. ഈ ഒരു സ്റ്റോറിയിൽ ഓർഡിനറി പീപ്പിൾസ് കമ്മ്യൂണൽ വയലൻസിൻ്റെ സമയത്ത് അനുഭവിച്ചിട്ടുള്ള സഫറിങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹർനം സിംഗ് എന്ന് പറയുന്നത് ഒരു വില്ലേജിൽ താമസിച്ചിരുന്ന ഒരു സിഖ് ഫാമിലിയാണ്. ഈ ഒരു ഫാമിലി നല്ല ഹാപ്പിയിൽ പോകുന്ന സമയത്താണ് അവരുടെ ഒരു കമ്മ്യൂണൽ വയലൻസ്, അതായത് ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നത്. ആ ഒരു യുദ്ധം പിന്നീട് സിഖ് ഫാമിലീസിനെ ടാർഗറ്റ് ചെയ്യുകയും ഹർനം സിംഗിനും ബാൻഡോനും തൻ്റെ വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥ വരികയും ചെയ്തു. അവരുടെ ജേർണി എന്ന് പറയുന്നത് വളരെ ഭയപ്പെട്ടിട്ട്, അതായത് ബാൻഡ് വളരെയധികം പേടിച്ചുകൊണ്ടും ഒരു ആൻസൈറ്റിയിലൂടെയാണ് അവൾ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഹർനം സിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റേ ചെയ്യുകയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിലും അത് ബാൻഡോയുടെ ഇടയിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് അപ്പിയർ ചെയ്തിരുന്നത്. അവർ സെപ്പറേറ്റ് ആയി പോകുമോ അല്ലെങ്കിൽ മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറിയിലൂടെ സാഹ്നി പോർട്രേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സഫറിങ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾസ് എന്നതാണ് അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിലൂടെ പോർട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിഖ് വില്ലേജ് ട്രാജഡിയാണ്. ഈ ഒരു കമ്മ്യൂണൽ വയലൻസിൻ്റെ സമയത്ത് കൂടുതലും വുമൺസ് ആയിരുന്നു സഫറിങ്സ് അനുഭവിച്ചിരുന്നത്. ഈ സിഖ് വില്ലേജസിനായിരുന്നു ഈ ഒരു കമ്മ്യൂണൽ വയലൻസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. ആളുകൾ കുറവായതുകൊണ്ട് തന്നെ സർവൈവൽ കുറവായിരിക്കും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. മെൻസ് വെപ്പൺസൊക്കെ കളക്ട് ചെയ്ത് അവർ ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എന്നാൽ വുമൺസ് അവരുടെ സേഫ്റ്റിക്ക് വളരെയധികം ആങ്ഷ്യസ് ആയിരുന്നു. ഒരുപാട് സ്ത്രീകൾ അവരുടെ ഹോണറിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരുന്നത് ഡെത്തായിരുന്നു. കൂടുതൽ ആളുകളും കിണറ്റിലേക്ക് ചാടുകയും അവരുടെ ഹോമുകൾ ഇല്ലാതാവുകയും ഒരുപാട് പുരുഷന്മാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റിച്ചാർഡ് റോളാണ്. തമാസ് എന്ന് പറയുന്ന ഈ ഒരു നോവലിലെ മെയിൻ ക്യാരക്ടറാണ് റിച്ചാർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ഓഫീസറാണ്. അദ്ദേഹത്തിന് ഇൻചാർജ് എന്ന് പറയുന്നത് ചാർജ് ഓഫ് മെയിൻറ്റെയിനിങ് ഓർഡറാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം റിയോട്ട്സിനെ കാണുന്നത് ഒരു ഒബ്സർവേഷൻ മോഡിലാണ്.
അതുപോലെ തന്നെ അദ്ദേഹം പെട്ടെന്നൊരു വയലൻസ് നിർത്താൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് സ്റ്റെപ്പൊന്നും അദ്ദേഹം എടുക്കത്തില്ല. അദ്ദേഹം ഈ ഒരു റിയോട്ട്സിനെ ഒരു ഡേഞ്ചറായിട്ടാണ് കാണപ്പെടുന്നത്. റിച്ചാർഡ് ഈ ഒരു റിയോട്ട്സ് അൺകൺട്രോളബിൾ ആവുന്ന സമയത്ത് തൻ്റെ വൈഫായിട്ടുള്ള ലിസയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ ഒരു ലാക്ക് ഓഫ് ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു കോൺവെർസേഷൻ നടത്തുന്നത്. അതിലൂടെ അവർ ഈ ഒരു കോൺഫ്ലിക്റ്റ് ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഇതിലൂടെ സൈനി പോർട്രേറ്റ് ചെയ്യുന്നത്, അതായത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് കമ്മ്യൂണൽ റിയോട്ട്സിൻ്റെ സമയത്ത് അവരുടെ ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും സൈനി തൻ്റെ നോവലിലൂടെ പോർട്രേറ്റ് ചെയ്യുന്നത്.